Hello, my dear beautiful Sagis. Welcome back to Sagia Speaks. I'm your host, മുർഷിദ. കുറച്ച് ദിവസമായില്ല നമ്മൾ സഗിയ സ്പീക്സിൽ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ചധികം ദിവസമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ കൂടുതൽ നമ്മൾ സഗിയയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് ഇല്ലാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഓവർ തിങ്ക് ചെയ്യാൻ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞത്, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. സംടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് പോലും ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓവർ തിങ്കിങ് ടുഡേ. ആൻഡ് സഗിയ സ്പീക്സ് എന്ന് പറയുന്നത് ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് യാതൊരുവിധ ഇൻഫോർമേഷനും കിട്ടൂല. സോ ഫോൺ ഒരു സൈഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാം, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഐ വിൽ ബി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഓൾ റൈറ്റ്. അപ്പൊ എന്താണ് ഓവർ തിങ്കിങ്? ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കാം. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ മെക്കാനിസം ആണ്. കൺഫ്യൂസ്ഡ് ആയില്ലേ എന്താണ് ഇപ്പൊ ഇത് എന്നുള്ളത്? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് കാട്ടിലൊക്കെ താമസിച്ചിരുന്ന, ഗുഹയിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് അവരിങ്ങനെ കോൺസ്റ്റന്റ്ലി അലേർട്ട് ആയിരിക്കണം. കാരണം അവിടുന്ന് ഒരു സിംഹം വരുമോ, ഇവിടുന്ന് വല്ല വിഷമുള്ള പാമ്പ് വരുമോ, ഇങ്ങനെ പല പല കാര്യങ്ങൾ. അവരിങ്ങനെ ഓൾവേസ് അലേർട്ട് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാ, എപ്പോഴും ഡേഞ്ചറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. സോ ഇങ്ങനെ ഓൾവേസ് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിച്ചവരൊക്കെ സർവൈവ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ഓൾവേസ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ശീലമായി മാറി എന്നുള്ളതാണ്. സോ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ സിംഹത്തിൽ നിന്നൊന്നും ഓടി ഒളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് നമുക്ക് പലപ്പോഴും വരുന്നത് എന്താ വെച്ചാല്, പല ആളുകളുടെ സംസാരത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ഓടി ഒളിക്കുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ബ്ലൂടിക്ക് വന്നു, ഇതുവരെ എനിക്ക് റിപ്ലൈ വന്നില്ല. ഓവർ തിങ്ക് ബ്രെയിൻ എന്ത് ചെയ്യും, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്റെ ഫ്രണ്ടിന് എന്തെങ്കിലും എന്നോട് ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ പറഞ്ഞത് നീ ശരിയായില്ലേ, ഞങ്ങൾ പണ്ടങ്ങനെ പറഞ്ഞതാണോ അവൾ ഇപ്പൊ ആലോചിക്കുന്നത്, അത് ഇനി അവൾക്ക് പുതിയ ഫ്രണ്ട്സ് ആയോ? ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പത്തെ ഓവർ തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ബേസിക്കലി നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും ആ ഒരു സ്റ്റോൺ ഏജിലാണ്. പക്ഷെ നമ്മളാണെങ്കിലോ സ്മാർട്ട് ഫോൺ ഏജിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, യു ആർ നോട്ട് ബ്രോക്കൺ, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. ഇത് നിങ്ങളുടെ ഒരു പ്രശ്നമേ അല്ല. അവർ ബ്രെയിൻ ഇസ് ജസ്റ്റ് ഡൂയിങ് ഇറ്റ്സ് ആൻഷ്യന്റ് ജോബ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. സോ ഇനി ഒരു സൊല്യൂഷൻ വേണം. ഒരു സൊല്യൂഷൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് മെത്തേഡ് ആണ്. വളരെ സിമ്പിൾ ആണ്. 4 letters ബട്ട് ബിഗ് ഇമ്പാക്ട് എന്ന് പറയുന്ന സ്റ്റോപ്പ് മെത്തേഡ്. അപ്പോ സ്റ്റോപ്പിലെ S സ്റ്റാൻഡ്സ് ഫോർ ഓഫ് കോഴ്സ് സ്റ്റോപ്പ്. ലിറ്ററലി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് നിങ്ങളുടെ പറയുക. ഉറക്കെ പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഉറക്കെ പറയാം, പതുക്കെ പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പതുക്കെ പറയുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്രെയിനിനോട് എന്ത് പറയാ, നമുക്ക് മനസ്സിലാവാണ് ആൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് പറയുമ്പോൾ സ്റ്റോപ്പ്. ഇനി സ്റ്റോപ്പിലെ T, ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഫസ്റ്റ് സ്റ്റോപ്പ് പറയാം, രണ്ടാമത് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക, മൂന്നാമത് ഒബ്സർവ് ചെയ്യുക. ഈ തോട്ട്സിനൊന്നും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക, അതിന് ജഡ്ജ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഓക്കെ, ഞാന് ഇത് എന്തിനെ കുറിച്ചാണ് ഞാനിപ്പോ ഓവർ തിങ്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നിങ്ങനെ ഒബ്സർവ് ചെയ്യാം. നാലാമത്തെ കാര്യം, പ്രൊസീഡ് ഡിഫറെന്റ്ലി. ഈ ഒരു തോട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇഫ് യെസ്, proceed it. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തോളൂ. ഇഫ് നോ, ലെറ്റ് ഇറ്റ് ഗോ. സോ ഇസ് ദാറ്റ് സിമ്പിൾ, റൈറ്റ്? അത്ര സിമ്പിൾ ഒന്നല്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഒന്ന് ഡെയിലി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഞാനും ആക്ച്വലി ഒരു പ്രൊഫഷണൽ ഓവർ തിങ്കർ ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും വേണമെങ്കിൽ ആണ് എന്നൊക്കെ പറയാം. നമ്മളായിട്ട് ഒരു എഫേർട്ട് എടുക്കുക നമ്മുടെ ഈ ഓവർ തിങ്കിങ് മാറ്റാൻ വേണ്ടിയിട്ട്. രണ്ടാമതൊരു കാര്യം എന്താ വെച്ചാല്, ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ സ്റ്റോപ്പ് മെത്തേഡ് ആണ്. രണ്ടാമത്തതാണ് ഡിസ്ട്രാക്ഷൻ. ഇപ്പോഴും നമ്മളിങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ബ്രെയിനിനെ നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക. ബി കെയർഫുൾ. ഹെൽത്തി ഡിസ്ട്രാക്ഷൻസ് തന്നെ ആയിരിക്കണം, നോട്ട് അൺഹെൽത്തി വൺസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാം, അതിന് ഡാൻസ് കളിക്കാം. സീരിയസ്ലി അതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ
ബ്രെയിൻ അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഓക്കെ ഐ ഫീൽ ഗുഡ് എന്നുള്ള ഒരു ഫീല് ബ്രെയിനിന് വരും. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കാം, റിയൽ കോൺവെർസേഷൻ, നമ്മളിങ്ങനെ ടെക്സ്റ്റ് ചെയ്യാല്ലാണ്ട് ആൾക്കൊന്ന് വിളിച്ചിട്ട് ഒരു ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാക്കാം, ഒന്നും കൂടെ സംസാരിക്കാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വീഡിയോ കോൾ തന്നെ ചെയ്യാം. മൂവ് യുവർ ബോഡി. ഞാൻ ഏറ്റവും കൂടുതൽ സഖ്യയിൽ പറയുന്ന ഒരു കാര്യമാണ് മൂവ് യുവർ ബോഡി എന്ന്. നിങ്ങൾ ചിലപ്പോൾ കേട്ട് മടുത്തതായിരിക്കും. ഈവൻ ദോ നിങ്ങൾക്ക് വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ആ ഡോറ് തുറന്ന് ഇറങ്ങി നടന്നോ, പുറത്തൊക്കെ ഒന്ന് നടന്ന് അല്ലെങ്കിൽ ഓടി. ഇനി പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് വിന്റർ സീസൺ ഒക്കെയാണ്, ഇവിടെ ഇപ്പൊ വിന്റർ സീസണാണ്, അപ്പൊ വിന്റർ സീസൺ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ സ്ട്രെച്ചോ യോഗയോ ഇനി ഒരു മ്യൂസിക് ഒക്കെ വെച്ച് ഒരു സുംബ ഡാൻസ് ഒക്കെ കളിക്കാം. അപ്പൊ ഫിസിക്കൽ മൂവ്മെന്റ് ബ്രേക്സ് മെന്റൽ ലൂപ്പ്. ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്ന കാര്യം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യും. ഇനി ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ആ മോപ്പ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തുടച്ചോളും. ഒരു 2-3 വർഷം മുന്നേ ഞാൻ ഓവർ തിങ്കിങ്ങിനെ അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഏറ്റവും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കോമഡി വീഡിയോസ് കാണുക, എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക. ട്രോൾ വീഡിയോസ്, ഉബൈദ് റഹ്മാന്റെ ഒക്കെ ട്രോൾ വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു 2-3 വർഷം മുന്നേ ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പരിപാടിയായിരുന്നു കോമഡി വീഡിയോസ്. ഇപ്പൊ ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഈ മൂവ് യുവർ ബോഡി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുക, ഇതൊക്കെയാണ്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. അൺഹെൽത്തി ഡിസ്ട്രാക്ഷൻസ് എന്താണ് എന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഡൂം സ്ക്രോളിംഗ് ഓൺ ദ സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തുറന്നിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, അവരതൊക്കെ ചെയ്യുന്നുണ്ട്, ഇവരിതൊക്കെ ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരും. അതുപോലെ ബിഞ്ചി, തോന്നിയ പോലെ വാരി വലിച്ചു കഴിക്കാം. എക്സസീവ് ഷോപ്പിംഗ്, പ്രത്യേകം നമ്മുടെ സ്ത്രീകളിൽ കൂടുതലുള്ള ഒരു കാര്യമാണ് ഓവർ തിങ്കിങ് വരുമ്പോൾ ഷോപ്പിങ്ങിന് പോവുക എന്നുള്ളത്. ഇതൊക്കെ ഒരു ടെമ്പററി ആയിട്ടുള്ള റിലീഫ് നമുക്ക് തരും എന്നുണ്ടെങ്കിലും പിന്നീട് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കും. നമ്മുടെ എന്ത് ചെയ്യും, മന്ത് എൻഡ് ആകുമ്പോൾ നമ്മുടെ വലിയൊരു ബില്ല് വരും ഈ ഷോപ്പിങ്ങിനും നമ്മളിങ്ങനെ വലിച്ചു വാരി കഴിച്ചാലൊക്കെ. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടുള്ള മറ്റുള്ളവരിലേക്ക് നമ്മൾ കൂടുതൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളൊന്നുമല്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് വരും. ബെറ്റർ എന്താണ്, ഹെൽത്തി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു നെസസറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ കുറച്ച് നമ്മുടെ ആ മെന്റൽ സ്റ്റേറ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. ഇനി ഒരു ഓവർ തിങ്കിങ് എന്ന് വരുന്നത് പോസിറ്റീവ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് അതിങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. ഓവർ തിങ്ക് ചെയ്തിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യം നാളെ ആവട്ടെ, കുറച്ചുകൂടെ ബെറ്റർ ആവട്ടെ, ഇതിനിങ്ങനെ ആലോചിച്ച് ഞാൻ ഇനി ഇത് ചെയ്താൽ ശരിയാവോ, ഞാനൊരു ബിസിനസ് തുടങ്ങി അത് പൊട്ടിപ്പോവും, അങ്ങനെ കുറെ ഓവർ തിങ്കിങ് ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നുണ്ട്. ഇതിനൊരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മെൽ റോബിൻസിന്റെ 5 സെക്കൻഡ് റൂൾ ആണ്. മെൽ റോബിൻസിന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഒന്ന് പോയി സെർച്ച് ചെയ്താൽ പുള്ളിക്കാരിയുടെ ഇഷ്ടംപോലെ വീഡിയോസും പോഡ്കാസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് കാണാം. ആളൊരു ഓതറും കൂടിയാണ്. അപ്പൊ ആളുടെ ഒരു ഫേമസ് 5 സെക്കൻഡ് റൂൾ ഉണ്ട്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റൂളാണ്. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 5 4 3 2 1 ഗോ, പോയി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ബാക്ക്വേർഡ്സ് കൗണ്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാക്ക്വേർഡ്സിലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ് പാറ്റേൺ അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രെയിന് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാനുള്ള ഒരു സമയം അവിടെ കിട്ടുന്നില്ല, കാരണം നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ബ്രെയിനിന് 2 പരിപാടികൾ ഒരുമിച്ച് ചെയ്യാൻ വയ്ക്കുന്നില്ല. നിങ്ങൾ ആ ബിസിനസ് പ്ലാൻ എഴുതി തുടങ്ങുക, ഇൻസ്റ്റഗ്രാം നിങ്ങൾ പുതിയത് ഉണ്ടാക്കാൻ വിചാരിച്ച് ഉണ്ടാക്കുക, നിങ്ങളുടെ ഫ്രണ്ടിന് കോൾ ചെയ്യണമെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിക്കുക. ജസ്റ്റ് ഡു ഇറ്റ്. 5 4 3 2 1 ഗോ. ഇനി ചെയ്യണം എന്ന് വിചാരിച്ച് ഇനി ഇത് ചെയ്താൽ പൊട്ടിപ്പോവോ എന്നൊക്കെ ഓവർ തിങ്ക് ചെയ്യുന്നവര് ജസ്റ്റ് ഡു ഇറ്റ്. ഒരു ആക്ഷൻ എടുത്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡ് വൈ വി ഓവർ തിങ്കിങ്. ഇതൊരു സർവൈവൽ മെക്കാനിസം ആണ്. ഇത് നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ ബ്രെയിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ ഭയങ്കര കെയറിങ് ആണ്, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സ്റ്റോപ്പ് മെത്തേഡ്. സ്റ്റോപ്പ്, ടേക്ക് എ ബ്രീത്ത്, ഒബ്സർവ്, പ്രൊസീഡ് ഡിഫറെന്റ്ലി. മൂന്നാമത് പറഞ്ഞത് ഹെൽത്തി ഡിസ്ട്രാക്ഷൻ, മ്യൂസിക്കോ മൂവ്മെന്റോ, ഒരു ഫ്രണ്ടിനെ വിളിക്കുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നാലാമത് പറഞ്ഞത് എന്താണ്, മെൽ റോബിൻസിന്റെ 5 സെക്കൻഡ് റൂൾ. 5 4 3 2 1 ഗോ. ഓക്കെ, ആക്ട് ബിഫോർ ഓവർ തിങ്കിങ് ടേക്സ് ഓവർ. പോകുന്നതിന്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരട്ടെ. ഒരു അടുത്ത 3 ദിവസം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക. ആൻഡ് ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഇവിടെ വന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. ഒരു ഓർമ്മപ്പെടുത്തൽ എന്താ വെച്ചാല്, നിങ്ങളുടെ ബ്രെയിനില്ലേ നിങ്ങളുടെ എനിമി ഒന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ ഏട്ടായിക്ക് ഇത്തിരി കെയറിങ് കൂടുതലാണ്. ഇതുപോലെയുള്ള സിമ്പിൾ മെത്തേഡ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. മേക്ക് ഷുവർ ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ്. ചേഞ്ച് ടേക്സ് ടൈം.
ബട്ട് എവറി സ്മോൾ സ്റ്റെപ്പ് കൗണ്ട്. വളരെ പതുക്കെ മതി. യു ആർ ഡൂയിങ് ഗ്രേറ്റ്, യു ആർ ഇനഫ്, യു ഗോട്ട് ദിസ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് ആൾസോ ഈ വീഡിയോ നിങ്ങളുടെ ആ ഓവർ തിങ്കിങ് ഫ്രണ്ട് ഇല്ലേ, പുള്ളിക്കാരിക്ക് ഒന്ന് അയച്ചു കൊടുത്തേക്ക്. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് മുർഷിദ ഫ്രം സെക്കിയ സൈനിങ് ഓഫ് വിത്ത് ലവ്. ബൈ, ടേക്ക് കെയർ.